എല്ലാവർക്കും നമസ്കാരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി അംഗീകാരം കിട്ടിയതിൻ്റെ വളരെയധികം സന്തോഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിന് കാരണക്കാരായിട്ടുള്ള നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള സാഹിത്യകാരന്മാർ, അവരെ ഓർക്കാം. അതേപോലെ തന്നെ ഇതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷനെ നമുക്ക് ഓർക്കാം, നന്ദിയോടെ സ്മരിക്കാം. പ്രത്യേകിച്ചും ഇതിൻ്റെ പങ്കാളിയായിട്ടുള്ള KLF-നെ ഓർക്കാം. നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അംഗീകാരം സാങ്കേതികമായിട്ടുള്ള അർത്ഥത്തിൽ ഒരു 4 വർഷത്തേക്കുള്ളതാണ്. പിന്നീട് അതിൻ്റെ ഒരു തുടർച്ചയും ഉണ്ടാവും. പക്ഷേ നമുക്ക് കാലങ്ങളായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ സാഹിത്യ നഗരി പദവി എന്നുള്ള നമ്മൾ ആർജിച്ചെടുത്ത സ്വായത്തമാക്കിയിട്ടുള്ള അംഗീകാരം എക്കാലത്തുമായിട്ടുള്ള നിലനിൽക്കുന്നതാണ്. പക്ഷേ സാങ്കേതികമായിട്ടുള്ള അർത്ഥത്തിലുള്ള ഇതിൻ്റെ ഒരു തുടർച്ച നമുക്കുണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോടുകാർ തന്നെ സാമൂഹികമായിട്ടുള്ള ഇടപെടലിലൂടെ കുറേ കർത്തവ്യങ്ങൾ, ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട്. എന്നോടൊപ്പമുള്ളവരെ നേരത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഖദീജ മാഡം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതയാണ്. എഴുത്തുകാരിയാണ്, ആരോഗ്യ പ്രവർത്തകയാണ്. ഇതുകൂടാതെ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള നിറസാന്നിധ്യമാണ് കോഴിക്കോട് നഗരിയിലും പുറത്തും. മറ്റൊന്ന് MD രാധിക മാഡമാണ്. എഴുത്തുകാരിയാണ്, അധ്യാപികയാണ്, ഫെമിനിസ്റ്റ് സ്ത്രീപക്ഷ വായനയുടെ വ്യക്തിത്വവുമാണ്. പിന്നെ എന്നോടൊപ്പം ഉള്ളത് K. ചന്ദ്രൻ സാറ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ്. സംസ്ഥാന നിർവാഹക സമിതി അംഗമാണ് ഗ്രന്ഥശാല സംഘത്തിൻ്റെ. പിന്നെ എന്നോടൊപ്പം ഉള്ളത് ശ്രീ ഷാജി. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയനാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. നമുക്ക് ഖദീജ മേഡത്തിൽ നിന്ന് തുടങ്ങാം. കാരണം കോഴിക്കോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള സാഹിത്യകാരന്മാരുമായിട്ട് ഇടപഴകുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഔദ്യോഗിക കൃത്യം ഒരു ഡോക്ടർ എന്നുള്ള പദവിയോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിറസാന്നിധ്യമായിട്ട് എഴുത്തിനു വേണ്ടിയും സാംസ്കാരിക പ്രവർത്തനത്തിനു വേണ്ടിയും സമയം കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും ഒട്ടേറെ അനുഭവ പശ്ചാത്തലം അവർക്കുണ്ട്. നമ്മുടെ SK പൊറ്റക്കാട്, അതേപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ വീടുകൾ, കോലായകളിൽ സാഹിത്യ ചർച്ചകൾ നടന്നിരുന്നൊരു പശ്ചാത്തലം നമ്മുടെ കോഴിക്കോട് നഗരിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ആകാശവാണിയുടെ ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തു നിന്ന് പുറത്തു നിന്ന് സംസ്ഥാനത്തിനുള്ള വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള എഴുത്തുകാരുടെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അവരോടൊപ്പം ഇടപെടിക്കൊണ്ടിരുന്ന അവരിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞ, അവരോടൊപ്പം സംവദിച്ചിട്ടുള്ള മേഡത്തിൽ നിന്ന് ചോദിച്ചു തുടങ്ങാം. ഈ ഒരു അനുഭവ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോടിൻ്റെ സാഹിത്യ നഗര പദവിയിലേക്ക് ഇനി എന്തെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട്, ആ ഒരു അനുഭവ പശ്ചാത്തലം എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്, വായനയിലേക്ക് വന്നത്, സാംസ്കാരിക മേഖലയിലേക്ക് കടന്നു വന്നത് എന്നുള്ളത് ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ ഈ സെഷൻ മലബാറിലെ വായനാശാല പ്രസ്ഥാനത്തെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുക. സാധാരണ നമ്മളെപ്പോഴും വായനശാലകളെ പറ്റി പറയുമ്പോൾ PN പണിക്കരെ പറ്റി അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ പറ്റിയാണ് പറയാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലബാറിന് ഒരു വായനശാല സംസ്കാരമുണ്ട് എന്നുള്ളത് വളരെ ആഴത്തിൽ പഠിച്ച ഒരാളാണ് ഷാജി. അപ്പോൾ ഷാജിയുടെ കൂടി ഒരു താല്പര്യപ്രകാരമാണ് ഇങ്ങനെ ഒരു സെഷൻ ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് ആദ്യമായിട്ട് പറയാണ്. അപ്പോൾ മലബാറിലെ ഒരു വായനാ സംസ്കാരം, അതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ കോഴിക്കോട്ടുകാരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു 18ാമത്തെ വയസ്സിലാണ് ഞാൻ കോഴിക്കോട്ടെത്തുന്നത്. പക്ഷേ ഞാൻ മലബാറുകാരി തന്നെയാണ്.
മലബാറിനും കൊച്ചിക്കും നമ്മളെ നാട്ടുരാജ്യങ്ങളുടെ രീതിയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബോർഡറിലാണ് ഞാൻ വളർന്ന പ്രദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ മലബാറിൻ്റെ വായന സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞാനും. കുട്ടിക്കാലം മുതൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. ഗ്രാമീണ വായനശാലയിൽ പോവുകയും പുസ്തകങ്ങൾ എടുക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ഉമ്മ നല്ല വായനക്കാരിയായിരുന്നു. വേണമെങ്കിൽ പറയാം, എൻ്റെ ഉമ്മയുടെ ഉമ്മയും വായനക്കാരിയായിരുന്നു. അത്തരത്തിൽ ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നൊരു പ്രദേശം ആയിരുന്നു വായിക്കാനൊക്കെ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്ന വായനയിലൂടെയാണ് കേരളത്തെ ഞാൻ അറിഞ്ഞത്. ഒരു മുസ്ലിം കുടുംബത്തിലൊരു പെൺകുട്ടി എന്ന നിലയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ ആയാലും കേരളത്തിൻ്റെ വൈവിധ്യപൂർണമായിട്ടുള്ള സംസ്കാരത്തെ പറ്റിയായാലും ഭാഷാ വൈവിധ്യങ്ങളെ പറ്റിയായാലും ഒക്കെ മനസ്സിലാക്കിയത് വായനയിലൂടെയാണ്. അപ്പം അങ്ങനെ വളരുകയും 18ാമത്തെ വയസ്സിൽ കോഴിക്കോട് എത്തുകയും ചെയ്യുമ്പോൾ കോഴിക്കോടിനെ പറ്റി വലിയ സങ്കല്പങ്ങളായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ ഒരു ഭാവനാത്മകമായിട്ടുള്ളൊരു പരിവേഷം കോഴിക്കോടിനുണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ ചരിത്രം, കോഴിക്കോട്ടെ എഴുത്തുകാർ, അന്ന് MT വാസുദേവൻ നായർ മാതൃഭൂമി പത്രാധിപരായിരുന്നു. പൊറ്റക്കാടിൻ്റെ ദേശത്തിൻ്റെ കഥയൊക്കെ വായിച്ചിട്ട്, തെരുവിൻ്റെ കഥയൊക്കെ വായിച്ചിട്ടുള്ള ആ ഒരു താല്പര്യമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പഠിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ ആ കോളേജ് നിന്നിരുന്ന സ്ഥലം ഒരു കുന്നായിരുന്നു. അല്ലെങ്കിൽ ആ കുന്നിൻ്റെ മുകളിലൊരു പരന്ന പ്രദേശം, കാടൊക്കെ ആയിട്ടുള്ളൊരു പ്രദേശം, ഒരു ചിറയും ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രദേശത്തു കൂടെ നടന്നു പോയി, കുന്നു കയറി നടന്നു പോയി താഴേക്കിറങ്ങി ചെലവൂരെത്തുന്ന പൊറ്റക്കാടിൻ്റെ അനുഭവം. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുന്നിൻ്റെ അങ്ങേയറ്റത്ത് പോയി നിന്നാൽ ആ കുന്നിറങ്ങിയാൽ പൊറ്റക്കാടിൻ്റെ അമ്മ വീടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ചില സാഹിത്യ ചിന്തകളൊക്കെ. പക്ഷെ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത്രയ്ക്കൊന്നും ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ സാഹിത്യകാരന്മാരെയൊക്കെ നേരിൽ കാണാനോ സംവദിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പഠന ഭാരവും ഒക്കെ ആയിട്ട്. അതുമാത്രമല്ല, ആ കാലത്താണ് അടിയന്തരാവസ്ഥ, നക്സൽ പ്രസ്ഥാനം വരുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു സമയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്ന ഒരു സാംസ്കാരിക വേദിക്കാലത്താണ് വാസ്തവത്തിൽ നമ്മുടെ ഒരു ക്യാമ്പസ് വായനയും അല്ലെങ്കിൽ കവിതയും ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ കോലായ ചർച്ചകളെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. NPയെ പറ്റി കേട്ടിട്ടുണ്ട്. ബഷീറിനെ കാണണമെന്നുണ്ടായിരുന്നു, KTയെ കാണണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ സാധ്യമായത് വാസ്തവത്തിൽ 40 വയസ്സിന് ശേഷമാണ്. 40 വയസ്സിന് ശേഷം ഞാൻ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഈ മഹാരഥന്മാരെയൊക്കെ കാണാനും അവരുമായിട്ട് സംവദിക്കാനും ഒക്കെയുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു എഴുത്തിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം, അല്ലെങ്കിൽ വായന കൂടുതലായി കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ തന്നെ ബൗദ്ധിക, വൈകാരിക അല്ലെങ്കിൽ സർഗാത്മക മണ്ഡലങ്ങൾ വികസിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പലതരത്തിലുള്ള ആളുകളെ കാണുന്നു, നേരത്തെ പറഞ്ഞ എഴുത്തുകാരെ കാണുന്നു, അവരുടെ വീട്ടുകാരെ കാണുന്നു, അവരുമായിട്ട് സംവദിക്കുന്നു. അവരൊക്കെ വളരെ ആഹ്ലാദത്തോടു കൂടി തന്നെ, അത് കോഴിക്കോടിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്, വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഒരു പുതിയ എഴുത്തുകാരിയെ ചേർത്ത് നിർത്തിയ അനുഭവം കൂടി എനിക്ക് പറയാനുണ്ട്. അതിനുശേഷം സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റ് ആയതിനു ശേഷം കൂടുതൽ എക്സ്പോഷർ, കൂടുതൽ വിഷയങ്ങൾ, സൂക്ഷ്മമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ. ഇപ്പോൾ രാധിക ടീച്ചറാണെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണെങ്കിൽ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അത്തരം വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും, അതിപ്പോൾ ഫെമിനിസം ആയാലും ദളിത് ജീവിതമായാലും ട്രാൻസ്ജെൻഡർ ജീവിതമായാലും അല്ലെങ്കിൽ ആദിവാസികളുടെ ജീവിതമായാലും അതിലേക്കൊക്കെ കൂടുതലൊരു എക്സ്പോഷർ കിട്ടുന്നത് വാസ്തവത്തിൽ ഇത്തരത്തിൽ വായനയുമായിട്ടും എഴുത്തുമായിട്ടും ബന്ധപ്പെട്ട
ഒരു 40 വയസ്സിന് ശേഷം ഉണ്ടായ കാലത്താണ് സംഭവിച്ചിട്ടുള്ളത്. താങ്ക് യു മാഡം. നേരത്തെ സൂചിപ്പിച്ച പോലെ രാധിക മാഡം പൊതുയിടങ്ങളിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള വേർതിരിവ് പ്രായോഗിക പ്രയോഗങ്ങളിൽ പോലും അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാധിക മാഡം എഴുത്തിൽ സ്ത്രീപക്ഷ വായന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എഴുത്തിൻ്റെയും വായനയുടെയും ഇടങ്ങളിൽ സ്ത്രീ സാന്നിധ്യം കുറവായിരുന്ന കാലത്ത് അധ്യാപന വൃത്തിക്കിടയിൽ എഴുത്തുകാരി എന്ന നിലയിൽ ശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ് MD രാധിക. സ്ത്രീപക്ഷ വായന നടത്താറുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എഴുത്തിൻ്റെ ഇടങ്ങളിലും വായനാ ഇടങ്ങളിലുമുള്ള സ്ത്രീപക്ഷ പങ്കാളിത്തത്തെക്കുറിച്ച് മാഡത്തിൻ്റെ അഭിപ്രായം, അതിൽ വേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മാഡത്തിൻ്റെ വീക്ഷണങ്ങൾ വിശദീകരിച്ചു കൊള്ളാം. ഹലോ, കുട്ടിക്കാലത്തെ എഴുത്ത് തുടങ്ങിയ ആളെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ആദ്യം ഇൻട്രൊഡക്ടറിയിൽ കുറച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ 13-ാമത്തെ വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ കഥ പബ്ലിഷ് ചെയ്ത് വന്നത്. അതിന് കാരണം വായന തന്നെയാണ് പ്രധാന കാരണം ഭക്ഷണത്തിൻ്റെ വശത്തെ പുസ്തകം വെച്ച് വായിച്ചുകൊണ്ടിരുന്ന, അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയത് മുതൽ അങ്ങനെ ചെയ്തിരുന്ന അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്നാണ് കഥ എഴുത്ത് ഉണ്ടായി വന്നത്. പിന്നെ വേറൊന്ന് ഞാൻ ഓർക്കാറുണ്ട്, ജീവിതത്തിൽ പ്രണയം എന്താണ് എന്ന് അറിയുന്നതിന് എത്രയോ മുമ്പ് തന്നെ പ്രണയ കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വെറും വായനയുടെ ബലത്തിലാണ്. പക്ഷെ ആരും അന്ന് എന്നോട് ചോദിച്ചിട്ടില്ല, വീട്ടിലാരും എന്നോട് ചോദിച്ചിട്ടില്ല ഇത് നിൻ്റെ പ്രണയമാണോ, എന്തിനെ പറ്റിയാണ് നീ ഇങ്ങനെ എഴുതുന്നതെന്നൊന്നും അങ്ങനെയുള്ള യാതൊരു ചോദ്യവും ഉണ്ടായിട്ടില്ല. അപ്പോൾ കലയെ കലയായിട്ട് കാണാൻ തയ്യാറായ ഒരു കുടുംബമായിരുന്നു എന്നതാണ് അത്ര ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങാനുള്ള ഒരു സ്വതന്ത്രമായി എഴുതാൻ ഒരു ധൈര്യം കിട്ടിയത് അതിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് എഴുതിയതുകൊണ്ട് മാത്രമാണ് ഞാനൊരു എഴുത്തുകാരിയായി തീർന്നത്. ഒരു 10-20 വയസ്സൊക്കെ ആയിട്ടാണ് എഴുതാൻ തോന്നിയിരുന്നതെങ്കിൽ വെർജീനിയ വൂൾഫ് പറഞ്ഞ ആ ഏഞ്ചൽ ഇൻ ദ ഹൗസ് എൻ്റെ കഴുത്തിന് എന്തായാലും പിടിക്കുമായിരുന്നു. അത് പിടിക്കാതെ രക്ഷപ്പെട്ടത് നന്നേ ചെറുപ്പത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയാൻ ഉള്ള വിവരമില്ലാതിരുന്നൊരു സമയത്ത് തന്നെ എഴുതി തുടങ്ങിയത് കൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഒരുപാട് സാഹിത്യ മത്സരങ്ങളുണ്ടായിരുന്നു കോഴിക്കോട്. മാതൃഭൂമി നടത്തുന്നത്, ഞാൻ അതിലൂടെയാണ് വന്നത്. ആദ്യം പ്രോത്സാഹന സമ്മാനവും പിന്നീട് എനിക്ക് 1ാം സമ്മാനവും ഒക്കെ കിട്ടി മാതൃഭൂമിയുടെ. പിന്നെ IYA ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പിന്നെ രാഷ്ട്രശില്പി എന്നൊരു മാന്യൂസ്ക്രിപ്റ്റ് മാഗസീൻ ഉണ്ടായിരുന്നു JR പ്രസാദിൻ്റെ, അവർ നടത്തിയ മത്സരത്തിൽ. ഇതിലൊക്കെ സമ്മാനം വാങ്ങിയാണ് ഞാൻ വിസിബിളായി തീർന്നത് ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ സാഹിത്യ നഗരമായ സ്ഥിതിക്ക് കോർപ്പറേഷൻ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ മത്സരങ്ങൾ, സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ്. കാരണം അത് അവരെ സ്വയം ദർശനീയരാക്കുന്ന ഒരു സംഗതിയാണ്. വേറൊന്ന്, ഞാൻ എൻ്റെ വായനയെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ലോക്കൽ ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകങ്ങൾ വായിച്ചിട്ട്, എൻ്റെ അമ്മാമ്മൻ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് സത്യം പറഞ്ഞാൽ വരുന്നത്. അതൊക്കെ അന്ന് മുട്ടത്ത് വർക്കിയൊക്കെയാണ് നമ്മൾ ആദ്യം വായിക്കുക. ഇണപ്രാവുകളും മയിലാടും കുന്നൊക്കെ വായിച്ചിട്ടാണ് പിന്നെ ഉറൂബിലേക്കും കാരൂരിലേക്കും സി രാധാകൃഷ്ണനിലേക്കും PR ശ്യാമള എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരി ഉണ്ടായിരുന്നു. നമ്മൾ അവരെയൊക്കെ ഇപ്പം മറന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ പലരെയും വായിച്ചാണ് എഴുത്തിലേക്ക് വന്നത്. പക്ഷെ ഞാൻ ഓർക്കാറുണ്ട്, ഒരു ഗ്യാപ്പുണ്ട്. നമ്മൾ സ്കൂൾ ജീവിത സമയത്ത് വീട്ടിലുള്ള പുസ്തകങ്ങളും ഇങ്ങനെ ലോക്കൽ ലൈബ്രറിയിൽ നിന്ന് വരുന്ന പുസ്തകങ്ങളും അല്ലാതെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എനിക്ക് പുസ്തകങ്ങൾ അങ്ങനെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വായനയുടെ ഒരു ഓർമ്മ പോലും എനിക്കില്ല. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ റെമഡി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും സ്കൂളുകളിൽ ലൈബ്രറിയന്മാരില്ല എന്നാണ് ഞാൻ അതിനെപ്പറ്റി ഷാജി കൂടുതൽ പറയും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്
എന്തായാലും ഒരു ലൈബ്രറിയൻ സ്കൂൾസിൽ വേണം. കാരണം ഏറ്റവും ഇംപ്രഷനബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് കുട്ടികളുടെ. അന്നേരം നല്ല വായന നടത്താൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ. പിന്നെ കോളേജ് ലൈബ്രറീസും റിസർച്ച് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയും, പിന്നെ അന്ന് അമേരിക്കൻ ലിറ്ററേച്ചറിലായിരുന്നു ഞാൻ റിസർച്ച് ചെയ്തത്. അതുകൊണ്ട് ഹൈദരാബാദിലെ അമേരിക്കൻ സ്റ്റഡീസ് റിസർച്ച് സെൻറ്റർ അന്നുണ്ടായിരുന്ന ആ സെൻറ്ററിൻ്റെയൊക്കെ സഹായത്തോടെയാണ് വായന മുന്നോട്ട് പോയിരുന്നത്. പിന്നെ നമ്മൾ ജോലിയൊക്കെ ആകുമ്പോൾ നമ്മൾ വിൽ സ്റ്റാർട്ട് ബിൽഡിങ് അപ്പ് നമ്മളെ സ്വന്തം ലൈബ്രറി. ഇപ്പോൾ റിട്ടയർമെൻറ്റിൽ എനിക്ക് ഏറ്റവും ഡിസ്ട്രിക്ട് ലൈബ്രറിയും ഒരുപാട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ റിട്ടയറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് പുറത്ത് അങ്ങനെ പോകാനുള്ളൊരു മടി വരും. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, എനിക്ക് നല്ലൊരു കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട് വീട്ടിൽ, അതിനെ തന്നെയാണ്. പിന്നെ മാറ്റങ്ങളെ പറ്റി ചോദിച്ചു, സാഹിത്യത്തിൻ്റെ ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്നുള്ളത്. എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഖദീജ മുംതസ് പെയിൻറ്റ് ചെയ്ത പിക്ചർ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പിക്ചറാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അത്ര പരിചയം പോലും ഇല്ല. ഞാൻ അധികം പുറത്തിറങ്ങാത്ത ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു സോളിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ കേട്ടറിവ് വെച്ചാണ് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭീകരത ആലോചിച്ച് ഞാനൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് സിനിമാ മേഖലയിൽ സഹിക്കേണ്ട കാര്യങ്ങൾ ആലോചിച്ചിട്ട്. അതിനെ തുടർന്നാണ് സാഹിത്യത്തിൻ്റെ ലോകത്തിലും അമ്മാതിരി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾക്ക് സ്ത്രീ പുരുഷ സൗഹൃദത്തെപ്പറ്റി യാതൊരു ധാരണയും ഇല്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീ ഒന്ന് ചിരിച്ചാൽ അല്ലെങ്കിൽ ഒരു അടുപ്പം കാണിച്ചാൽ അത് പ്രണയമാണ്, അത് സെക്സിലേക്കുള്ള ഇൻവിറ്റേഷനാണ് എന്ന തോന്നൽ വരുന്ന ഒരു ലോകമാണ് മലയാളിയുടേത് എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്ക് ആരോഗ്യപൂർണമായ സ്ത്രീ പുരുഷ സൗഹൃദം എന്നുള്ളത് ജീവിതത്തിൻ്റെ വലിയ ധന്യതകളിൽ ഒന്നാണ്. അത് നമ്മളിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെതല്ലാത്ത ബന്ധങ്ങൾ, മനസ്സിൻ്റെ, ബുദ്ധിയുടെ, ആത്മാവിൻ്റെ ബന്ധങ്ങളൊക്കെ സ്ത്രീക്കും പുരുഷനും എപ്പോൾ വേണമെങ്കിലും ആകാവുന്നതാണ്. പക്ഷേ അതിനെപ്പറ്റിയൊന്നും നമ്മൾ സംസാരിക്കാറുമില്ല. നമ്മളെ സമൂഹത്തിൽ അതങ്ങനെ അത്തരം ചിന്തകൾ, ആരോഗ്യപരമായ ചിന്തകൾ സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകൾ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാൻ, പുറം ലോകം അവരുടെ തന്നെയാണ്, അകം ലോകം മാത്രമൊന്നുമല്ല, പുറവും അകവും പുരുഷനെ പോലെ സ്ത്രീക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതിന് സാധ്യത കൂടുതലുണ്ടാവും. കുറച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇങ്ങനെ ഒരു സ്ത്രീ പുരുഷ സൗഹൃദം എന്നുള്ളൊരു കോൺസെപ്റ്റ് വികസിപ്പിച്ചെടുക്കാൻ, അതിനെ വളർത്തിക്കൊണ്ട് വരാൻ എന്നെനിക്ക് തോന്നും. വേറൊന്ന് പെട്ടെന്ന് പറയാണ്, കാരണം സമയം വളരെ പരിമിതമാണ്. സാഹിത്യത്തിൻ്റെ ലോകത്തിൽ പല പോസ്റ്റുകളിലും നമ്മൾ സ്ത്രീകളെ കാണാറില്ല. ഇപ്പോൾ എഡിറ്റേഴ്സായിട്ട് സ്ത്രീകൾ അധികം ഇല്ല. പബ്ലിഷിങ്ങിൻ്റെ രംഗത്ത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് സുബാൻ പോലെയൊക്കെയുള്ള സ്ത്രീകളുടെ പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്. കേരളത്തിലുണ്ട് തോന്നുന്നു, 1-2 കുഞ്ഞി പബ്ലിഷേഴ്സ് ഉണ്ട്. പക്ഷെ അവരൊരുപാട് ചാലഞ്ചസ് നേരിടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പബ്ലിഷിംഗ് രംഗത്ത് അതിലെല്ലാം ഉപരിയായി എഴുതുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് നിരൂപണ രംഗത്ത് സ്ത്രീകൾ വളരെ കുറവാണ്. അത് ഒരു ലീലാവതി തന്നെയാണ് നമ്മളിപ്പോഴും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ത്രീപക്ഷ നിരൂപണത്തിൻ്റെ മേഖലയിൽ കുറച്ച് പേരുകളുണ്ട്, ശാരദക്കുട്ടി, ഗീത എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരെയൊന്നും പുരുഷന്മാരായ നിരൂപകരോ എഴുത്തുകാരോ അവർക്ക് വേണ്ടത്ര, ഞാനും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ആ മേഖലയിൽ, പക്ഷേ ഒരു ഇഗ്നോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് പൊതുവെ എഴുത്തുകാരന്മാരുടെ ഭാഗത്തുനിന്നും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അംഗീകരിക്കാൻ പോലും മടിയാണ് പുരുഷന്മാരായ എഴുത്തുകാർക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിരൂപണം വളരെ പ്രധാനമാണ്, കാരണം അഭിരുചി ഫോം ചെയ്യുന്നത് നിരൂപണത്തിലൂടെയാണ് പലപ്പോഴും. അപ്പോൾ സ്ത്രീകൾക്ക് ഈ അഭിരുചി ഫോം ചെയ്തിട്ട് വേണം എഴുത്തുകാരികൾ എന്ന നിലയിൽ അവർക്ക് അംഗീകാരം കിട്ടാനും അവർക്ക് ഈ രംഗത്ത് നിലയുറപ്പിക്കാനും. അപ്പോൾ നിരൂപണം, എനിക്ക് തോന്നുന്ന സ്ത്രീകൾ മടിക്കുന്നതിൻ്റെ ഒരു കാരണം, ഒരുപാട് വായന ആവശ്യമുണ്ട്, ഗൗരവമുള്ള വായന ആവശ്യമുണ്ട് നിരൂപണത്തിന്. കഥയും കവിതയും എഴുതുന്ന പോലെ അല്ല, അത് കുറേയൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾക്ക് വരും. ഇത് പഠിച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. സ്ത്രീകൾക്ക് സമയമില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം. പക്ഷെ നിരൂപണ രംഗത്ത് ഇനിയും ഒരുപാട് സ്ത്രീകൾ കടന്നു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം അതാണ്. വേറൊന്ന്, ജസ്റ്റ് 1 or 2 കാര്യങ്ങൾ വായനയെപ്പറ്റി എഴുത്തിനെ പറ്റിയും പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. വായനയിൽ ഞാൻ പുലർത്തുന്ന ചില നിഷ്ഠകളുണ്ട്. അത് ചിലപ്പോൾ കേട്ടാൽ മറ്റ് സ്ത്രീകൾക്ക് ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുകയാണ്. ഒന്ന്, നമ്മൾക്ക് പിശുക്കൻ്റെ സ്വർണ്ണ നാണയം പോലെ നമ്മൾ സമയം ചെലവഴിക്കേണ്ടതാണ്.
കാരണം അത്രയും മൾട്ടി ടാസ്കിംഗ് ആണ് സ്ത്രീകൾ ചെയ്യുന്നത്, വീട്ടിലും പുറത്തുമൊക്കെ ആയിട്ട്. അപ്പോൾ സമയം ഏറ്റവും വാല്യുബിൾ കമ്മോഡിറ്റി ആകുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ വായനയിൽ ശരിക്കും നാളെ ജയമോഹൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു, അതിൽ പറയേണ്ട വായന എന്നുള്ളത് ഒരു ധ്യാനമാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുസ്തകം സിലക്ട് ചെയ്യുന്നത് പോലും ഒരു ധ്യാനമാണ്. കാരണം അത്രയും ലിമിറ്റഡ് ടൈം ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ പുസ്തകം, നമ്മളെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന പുസ്തകം, നമ്മൾക്ക് രുചിക്കുന്ന പുസ്തകം, ഇത് നോക്കി തിരഞ്ഞെടുക്കൽ തന്നെ ഒരു ധ്യാനം തന്നെയാണ്. എന്നിട്ട് വായിക്കുമ്പോൾ, ഞാനൊക്കെ വായിക്കുമ്പോൾ ഏത് പുസ്തകമായാലും ആദ്യം സെൻ ബുദ്ധിസത്തെ പറയുന്ന പോലെ ഒരു ബിഗിനേഴ്സ് മൈൻഡോടെയാണ് വായിക്കാറ്. അങ്ങനെ വേണം ഏത് പുസ്തകത്തെ നമ്മൾ ആദ്യം സമീപിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗിനേഴ്സ് മൈൻഡ്, ഷോഷൻ എന്ന് പറയും സെൻ ബുദ്ധിസത്തിൽ. അതായത് യാതൊരു പ്രീ കൺസെപ്ഷനും ഇല്ലാതെ വേണം നമ്മളൊരു പുസ്തകത്തെ സ്വീകരിക്കാൻ ജീവിതത്തിലേക്ക്. അത് ചെയ്യണം. പക്ഷെ അതേസമയം എമേഴ്സൺ ദി അമേരിക്കൻ സ്കോളർ എന്ന എസ്സേയിൽ പറയുന്നുണ്ട്, ഈ പുസ്തകം ഒരു ബുക്സിനെ പറ്റി പറയുമ്പോൾ തന്നെയാണ് പറയുന്നത്, പുസ്തകം ഒരു ടൂളാണ്. അപ്പോൾ മാൻ തിങ്കിങ് ഷുഡ് നോട്ട് ബി സബ്ഡ്യൂഡ് ബൈ ഹിസ് ടൂൾസ് എന്ന് പറയും. അതായത് ചിന്തിക്കുന്ന മനുഷ്യൻ ഒരിക്കലും താൻ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ അടിമയാവരുത്. അത് തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്ന പോളിസി. എത്ര മഹാൻ്റെ ഗ്രന്ഥം വായിച്ചാലും അതിനൊരടിമയാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഏത് പുസ്തകം, അത് ഗാന്ധിയുടെ ആയാലും ഇനി മതഗ്രന്ഥങ്ങളായാലും ഒക്കെ ഇന്നലെയുടെയാണ്. നമ്മൾ ജീവിക്കുന്ന നമ്മൾ ഇന്നിൻ്റെയാണ്, ഈ നിമിഷത്തിൻ്റെയാണ്. എന്തായാലും ആ പുസ്തകത്തിന് ഏറ്റവും പുതിയ പുസ്തകമാണെങ്കിൽ പോലും അത് ഇന്നലെ വന്ന പുസ്തകമാണ്. ഞാൻ ഈ ജീവിക്കുന്ന ഞാൻ ഇന്നിൻ്റെയാണ്, ഈ നിമിഷത്തിൻ്റെയാണ്. അപ്പോൾ എന്തായാലും ജീവിക്കുന്ന മനുഷ്യർ എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ മുന്നിൽ തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഒരു പുസ്തകത്തിന് നമ്മളെ തന്നെ അടിയറ വയ്ക്കാൻ പാടില്ല. അത് എത്ര മഹത്തായ ഗ്രന്ഥമായാലും. കാരണം നിങ്ങൾ എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഈ ഭൂമിയിൽ വന്നു പോകുന്ന ഒരാളാണ്. നമ്മളൊക്കെ വേഗം മരിച്ചു പോകും. അപ്പം നിങ്ങളെപ്പോലെ വേറെ ആരും ഒരു കാലത്തും ഉണ്ടായിരുന്നിട്ടില്ല, ഇപ്പോഴില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അപ്പം നിങ്ങൾക്ക് മാത്രമായിട്ട് ഈ ലോകത്തിന് നൽകാൻ ചില സംഗതികളുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ 100% നിങ്ങളായിരുന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് വായനയുടെ കാര്യത്തിലും എത്ര തുറന്ന മനസ്സോടെ ആദ്യം വായിച്ച് ആസ്വദിച്ചാലും നമ്മളൊരു ക്രിട്ടിക്കൽ സെൻസ് അതിൽ ഉപയോഗിക്കണം. നമ്മളതിനെ അടിമയാവാൻ പാടില്ല. ആ ഒരു ഫെമിനിസ്റ്റ് റീഡിങ്ങിൻ്റെ കാര്യത്തിൽ അത് പിന്നെ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. നമ്മളൊരു റെസിസ്റ്റൻറ്റ് റീഡിംഗ് ആണ് നടത്തുന്നത്. വായിക്കുന്ന പുസ്തകത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോഴേ അതിന് ഉൾച്ചേർന്നിട്ടുള്ള പേട്രിയാക്കൽ അജണ്ടകൾ, ഒളിച്ചിരിക്കുന്ന അജണ്ടകൾ നമ്മൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പലപ്പോഴും പുരുഷന്മാരുടെ കൃതികൾ വായിച്ചിട്ട് അവരെ തെറി വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ എൻഗേജ്മെൻറ്റ് ഇസ് വിത്ത് ദ ടെക്സ്റ്റ്, അല്ലാതെ അത് എഴുതിയ ആളെ തെറി പറയാൻ ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക്കിനും അവകാശമില്ല. അതൊരു ഹൈജീൻ്റെ ഭാഗമാണ്, ഒരു ക്രിട്ടിക്കൽ ഹൈജീൻ്റെ ഭാഗമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എഴുത്തിനെ പറ്റി, വെർജീനിയ വുൾഫിനെ പറ്റി പറയാറുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു പ്രസ് ഉണ്ടായിരുന്നു, ദ ഹോഗാത്ത് പ്രസ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് തോന്നിയ പോലെ എഴുതാനും അത് മുഴുവൻ പബ്ലിഷ് ചെയ്യാനും പറ്റിയത് എന്ന്. അതിൽ ചെറിയൊരു വാസ്തവം ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പബ്ലിഷേഴ്സിൻ്റെ വിപണിയുടെ ഇടപെടൽ കാരണം പലപ്പോഴും അവർക്ക് അവരെ തന്നെ ഡൈല്യൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു ചേരുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എഴുത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു സുവർണ മാതൃകയായിട്ട് കാണുന്നത് എമിലി ഡിക്കിൻസിനെയാണ്, അമേരിക്കൻ കവയിത്രി. കാരണം അവരൊരു പ്രത്യേക രീതിയിൽ എഴുതി, അത് വായനക്കാർ ഉൾക്കൊണ്ടില്ല. അപ്പോൾ എഡിറ്റേഴ്സ് അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് മാറ്റി എഴുതിയാൽ നിങ്ങൾ വളരെ പോപ്പുലർ ആവും. അവർ പറഞ്ഞു പറ്റില്ല. അവർ ജീവിച്ചിരുന്നപ്പോൾ 6 or 7 കവിതകൾ മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. 1500ഓളം കവിതകളോ മറ്റോ അവർ എഴുതി സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് അന്ന് അറിയപ്പെടാത്ത ഒരു കവയിത്രിയെ നമ്മൾ എത്രമാത്രം കൊണ്ടാടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതാണ് എഴുത്തിൽ വേണ്ട ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിപണിക്ക് ഗൗരവമുള്ള എഴുത്താണ്. വിപണിക്ക് വേണ്ടി എഴുതാം, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ എഴുതാം, ജീവിക്കണമല്ലോ. പക്ഷേ ഗൗരവമുള്ള എഴുത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
ഒരിക്കലും വിപണിക്ക് കീഴടങ്ങാൻ പാടില്ല. ഓട്ടോണമി, ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ, ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഓട്ടോണമി 100% പുലർത്തിയാൽ മാത്രമേ നല്ല എഴുത്ത് സാധ്യമാവൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തും. നമുക്ക് സമയം വളരെ ലിമിറ്റഡ് ആണ്. മാഡം പറഞ്ഞത് എഴുത്ത് വായന ഒരു ധ്യാനമാണ് എന്ന് പറഞ്ഞു. വായന ഒരു ധ്യാനമാണെങ്കിൽ ജനകീയമായിട്ടുള്ള വായന തീർച്ചയായിട്ടും ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു സമരം കൂടിയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അതോടനുബന്ധമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രന്ഥശാലകൾ ഒരു കാലത്ത് തീർച്ചയായിട്ടും ഗ്രാമീണ തലത്തിലായാലും നഗര കേന്ദ്രങ്ങളിലായാലും വളരെ സജീവവും അതേപോലെ തന്നെ യുവതലമുറയുടെ ഒരു ബൗദ്ധിക കേന്ദ്രവുമായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വായനശാലകൾക്കും ക്ലബ്ബുകൾക്കും സ്പോർട്സ് ഇടങ്ങൾക്കും ഒക്കെ ഇന്ന് സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഈ ഗ്രന്ഥശാല പ്രസ്ഥാനവുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചന്ദ്രൻ മാസ്റ്റർക്ക് പറയാനാവും. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് സാഹിത്യ നഗരിയിൽ നമുക്ക് ഭാവിയിൽ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ കൂടി തീർച്ചയായിട്ടും ചന്ദ്രൻ മാഷിക്ക് നൽകാൻ കഴിയും. അദ്ദേഹത്തിന് അതിനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവർ, കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പദവി ലഭിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിച്ച പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾ, അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിലെയും ജില്ലയിലെയും ഗ്രന്ഥശാലകൾ. അതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഈ ഗ്രന്ഥശാല പ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ആരംഭിച്ചതാണ്. ഏതാണ്ട് നൂറ്റാണ്ടിലധികം കാലം ഈ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനവുമായി ഇടപഴകാനും മുന്നോട്ട് പോകാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഈ ഗ്രന്ഥശാലകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് പഴയ കാലത്ത് ആ ഗ്രന്ഥശാലകളൊക്കെ വളരെ മെച്ചപ്പെട്ട കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ്. ഇന്ന് ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഗ്രന്ഥശാലകളുടെ പ്രവർത്തനത്തിലൂടെ വലിയ മുന്നേറ്റമുണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം ഈ ഓരോ പ്രസ്ഥാനങ്ങളും വളർന്നു വരുന്നതും അത് സജീവമാകുന്നതും അതാത് കാലഘട്ടത്തിലെ പ്രത്യേകതകൾക്ക് വിധേയമായിക്കൊണ്ടാണ്. നമുക്ക് നോക്കാം, കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ പഴയ മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോട്ട് ആദ്യമായി കേരളത്തിലെ ഗ്രന്ഥശാലകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്തിയ പട്ടണമാണ് 1937. അന്ന് ഏതാണ്ട് 300ഓളം ഗ്രന്ഥാലയങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി ആളുകൾ പങ്കെടുത്ത, പ്രവർത്തകന്മാർ പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു. അതാണ് കോഴിക്കോട്. അതിൽ മുഴുവൻ കോഴിക്കോട് ഇപ്പോഴത്തെ കോഴിക്കോടിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കോഴിക്കോട് അന്നത്തെ മലബാർ എന്ന് പറയുന്ന ജില്ലയാണ്. ആ അർത്ഥത്തിലാണ്. നമുക്ക് കോഴിക്കോട് പട്ടണം തന്നെ എടുക്കാം. കോഴിക്കോട് പട്ടണത്തിൽ മാനാഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥാലയങ്ങളിൽ ഒന്നാണ്. അത് കോഴിക്കോട്ടുകാർ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളത് അവർ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇവിടെ 1929 സന്മാർഗദർശിനി എന്ന് വരുന്ന ഒരു വായനശാല ഇവിടെ ആരംഭിച്ചത്. 1929. അതിനുശേഷമാണ് 33 സെൻഗുപ്ത ലൈബ്രറി കോഴിക്കോട്ട് ആരംഭിച്ചത്. അതും കഴിഞ്ഞാണ് 34 ഐക്യ കേരള ഗ്രന്ഥാലയം വന്നിട്ടുള്ളത്. പിന്നീട് 37 ദേശപോഷിണി പബ്ലിക് ലൈബ്രറി വന്നത്. ഞാൻ ഈ കാലം സൂചിപ്പിച്ചത് ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത നാം നോക്കണം. ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ദേശീയ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇവിടെ ജന്മിത്വവും അതുപോലെ സാമ്രാജ്യത്വവും നടമാടിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ വായനയ്ക്ക് പ്രസക്തിയില്ല, പഠിക്കാൻ സൗകര്യമില്ല. ഒരു ഉയർന്ന വർഗത്തിന് മാത്രം വിദ്യാഭ്യാസമുള്ള കാലഘട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങളെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ വായനയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആ കാലത്തുള്ളത്. അതുകൊണ്ട് അന്നെന്താ പ്രധാനപ്പെട്ട പ്രശ്നം? ഈ ജന്മിത്വത്തിനും അതുപോലെ സാമ്രാജ്യത്വത്തിന് എതിരായി ജനങ്ങളെ ഒന്നിപ്പിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ നമ്മുടെ കേരളത്തിലെ ജനതയ്ക്കും
ഇന്ത്യ രാജ്യത്തിലെ ജനതയ്ക്കും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അത് സാധിക്കണമെങ്കിൽ അക്ഷരാഭ്യാസമില്ലാത്ത കോടിക്കണക്കായ ജനങ്ങളെ ഈ അക്ഷരാഭ്യാസത്തിലൂടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അന്നത്തെ സാഹചര്യത്തിലെ അനുഭവങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്ന ഞാൻ കരുതുന്നത് 1937 KPCC കോൺഗ്രസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ദേശീയ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഗ്രാമങ്ങളിലെ യൂണിറ്റുകൾക്കൊരു സർക്കുലർ അയച്ചു. അതിൽ പറഞ്ഞതെന്താണ്? ഓരോ പ്രദേശത്തും ഗ്രന്ഥശാലകൾ ആരംഭിക്കണം എന്നാണ്. എന്താ അതിൻ്റെ ലക്ഷ്യം? അന്ന് ജാതീയത നിലനിന്ന കാലഘട്ടമാണ്. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ അവസരമില്ല, പഠിക്കാനുള്ള അവസരമില്ല എന്ന് മാത്രമല്ല ഒരുമിച്ചിരിക്കാൻ അവസരമില്ല. ആ കാലഘട്ടത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ഇടം തേടുക എന്നുള്ളതാണ് ഗ്രന്ഥശാലകളുടെ പ്രബലമായ പങ്ക്. ആ ഇടം നേടിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്കറിയാവുന്ന ഭാഷകളിലൂടെ, അവർക്കറിയാവുന്ന കലകളിലൂടെ, അവർക്കറിയാവുന്ന സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ഗ്രന്ഥശാലകൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിലൂടെയാണ് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയത്. അതാണ് നമ്മുടെ മുന്നേറ്റത്തിന് സഹായകമായ കാര്യം എന്ന് നാം കാണണം. എന്നാൽ ഇന്ന് അതല്ല. 47 ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ ഒരു ജനായത്ത രാഷ്ട്രമായി മാറി. ആ ജനായത്ത രാഷ്ട്രമായി ഇന്ത്യക്കകത്ത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മുന്നോട്ടുള്ള പോക്ക് വന്നു. അതുകൊണ്ട് മാറി. ലൈബ്രറികളിൽ പല മാറ്റങ്ങളും വന്നു. ആ ലൈബ്രറികൾ ആ രൂപത്തിൽ പ്രവർത്തിച്ചു പോകുന്നു. ഇന്നും അതും കടന്നു. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് നാം ഉള്ളത്. ആ ഡിജിറ്റൽ യുഗത്തിൽ ഇന്നത്തെ മുഴുവൻ തലമുറയില്ല വായനശാലയിലേക്ക് വരുന്നില്ല. എന്തിനാ വായനശാലയ്ക്ക് വരേണ്ട കാര്യമില്ല. വായനശാലയിലേക്ക് വരേണ്ടത് ഒന്നുകിൽ പത്രം വായിക്കാനാണ്. ഓരോ വീട്ടിലും ഇന്ന് ഒന്നിലധികം ദിനപത്രങ്ങളുണ്ട്. നമ്മുടെ പത്രമാധ്യമങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അതിൻ്റെ ഇടപെടലുണ്ടായി. അതുകൊണ്ട് വീടുകളിൽ ഒന്നിലേറെ പത്രങ്ങൾ വരുന്നു. അത് കഴിഞ്ഞ് നോക്കുക, പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ ഓരോ വീടും ഇന്ന് ഓരോ കൊച്ചു ലൈബ്രറികളാണ്. ആ കൊച്ചു ലൈബ്രറികൾ ഉള്ളിടത്തോളം കാലം അവർക്ക് ഗ്രന്ഥാലയത്തിലേക്ക് വരണ്ട. അതിനെയും അപ്പുറത്ത് ഈ ഡിജിറ്റൽ യുഗത്തിൽ അവർക്ക് റീഡിംഗ് പോലുള്ള ബുക്കുകൾ പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാർ, യുവതലമുറ ഇന്ന് വായിക്കാത്തവരാണ് എന്ന് ആരെങ്കിലും സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അത് നിരർത്ഥകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ KLF-ൽ ചെറുപ്പക്കാരുടെ വലിയൊരു സമരം, ഒരു നിര തന്നെ ഇവിടെ നിലനിൽക്കുന്നില്ലേ? അതുകൊണ്ട് പുതിയ തലമുറയും വരുന്നുണ്ട്. പക്ഷേ പഴയത് അതേ രീതിയിൽ നാടകങ്ങൾ കളിച്ചും അതേ രീതിയിൽ സാംസ്കാരിക പ്രഭാഷണങ്ങൾ നടത്തിയും മുമ്പോട്ട് പോകാൻ കഴിയുന്നൊരു അന്തരീക്ഷമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ അനുയോജ്യമായ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനമാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. അതിനനുയോജ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് എല്ലാ ലൈബ്രറികളെയും ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതിന് ഗ്രന്ഥശാലകൾക്ക് ആധുനികമായ സൗകര്യങ്ങൾ വേണം, കമ്പ്യൂട്ടറുകൾ വേണം. അത് നമ്മുടെ ജനപ്രതിനിധികളുണ്ട്, ഇവിടുത്തെ സ്ഥാപനങ്ങളുണ്ട്, തദ്ദേശഭരണ സ്ഥാപനങ്ങളുണ്ട്. അതുപോലുള്ള വേദികളൊക്കെ പലതും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ലൈബ്രറി കൗൺസിലും അവർക്കാകാവുന്നത്ര കമ്പ്യൂട്ടറുകൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് വേണ്ടത് സോഫ്റ്റ്വെയറാണ്. ഈ അടുത്ത കാലത്ത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പബ്ലിക് എന്ന പേരിലൊരു സോഫ്റ്റ്വെയർ പുറത്തിറക്കി. അത് ലൈബ്രറി പ്രവർത്തകന്മാരെ പഠിപ്പിച്ചു. ലൈബ്രറിയന്മാർ, സെക്രട്ടറിമാർ അവർക്ക് പരിശീലനം കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിന് അനുയോജ്യമായ മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാക്കുകയാണ്. വായനാക്കൂട്ടങ്ങൾ അനിവാര്യമാണ്. ഓരോ ഗ്രന്ഥശാലയിലും 4 വായനാക്കൂട്ടങ്ങൾ ഉണ്ടാക്കി ആ വായനശാലയുടെ 4 പുറങ്ങളിലായി അവരെ വിളിച്ചുകൂട്ടി ജനങ്ങളുമായി ആശയ സംവാദം നടത്താൻ, അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായും മനസ്സിലാക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, ബഹുജന വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സംവിധാനമൊരുക്കാൻ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതാ വരുന്നു, ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ വീടുകളിൽ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു. കേരളത്തിലെ 10,000-ലേറെ വരുന്ന ഗ്രന്ഥശാലകളിൽ ഏതാണ്ട് 8,000-ഓളം ഗ്രന്ഥശാലകൾ A+ ABC ഗ്രേഡുകളിലാണ്. ആ ലൈബ്രറികളിലൊക്കെ ലൈബ്രറിയന്മാർ ഓരോ മാസവും 10 വീതം വീടുകളിൽ സന്ദർശനം നടത്തി ആ പുസ്തകങ്ങൾ അവർക്ക് വീടുകളിൽ നൽകി അവരെ വായിക്കാൻ പ്രാപ്തരമാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു. വായന ഏറ്റവും പ്രധാനമാണ്. മനുഷ്യൻ്റെ വളർച്ചയ്ക്ക്, അവൻ്റെ അറിവ് വികസിപ്പിക്കുന്നതിന് അനിവാര്യമാണ് വായന. ആ അനിവാര്യമായ വായനയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം, സമ്പൂർണ്ണമാക്കണം. സാഹിത്യ നഗരിയിലും ആ വായനയ്ക്ക് പ്രചോദനമുണ്ടാകണം, അതിന് അവസരമുണ്ടാകണം, അതിന് സാഹചര്യങ്ങൾ ഒരുക്കണം. ആ സാഹചര്യങ്ങൾ ഒരുക്കണമെങ്കിൽ എന്തൊക്കെ വേണം? അത് ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനാണ് സാഹിത്യനഗര പദവി കിട്ടിയത്. ആ സാഹിത്യനഗര പദവി കിട്ടിയ
അതിൻ്റെ സ്വീകർത്ത എന്നുള്ള നിലയിൽ കോർപ്പറേഷൻ കുറച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. കുറേ കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്ത 40ഓളം ഗ്രന്ഥശാലകളുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംസ്ഥാന ലൈബ്രറി ആണ് കോഴിക്കോട് മാനാഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി. ആ ലൈബ്രറിയിൽ 1,00,000-ഓളം പുസ്തകങ്ങളുണ്ട്. അവിടെ എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 10-40ഓളം കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു നിലയിൽ പൂർണ്ണമായും റെഫറൻസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവിടെ 150ഓളം കുട്ടികൾ ഒരു ദിവസം അവിടെ റെഫറൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വരികയാണ്. ഏതൊക്കെ കുട്ടികൾ? അവർ ഈ രാജ്യത്ത് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നവരാണ്. അവർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്. അവരെല്ലാം ഉൾപ്പെടുന്നവരാണ്. അവിടുത്തെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിതീവ്രമായ രൂപത്തിൽ ആ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. അവിടെ പുസ്തകങ്ങൾ, ഈ 1,00,000 വരുന്ന പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് അവർ വായിപ്പിക്കുന്നുണ്ട്. അവിടെ നല്ല ഏറ്റവും നൂതനമായ വാരികകളും മാസികകളും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാ തരത്തിലുമുള്ളത്. ഡിജിറ്റൽ വായനയ്ക്ക് കൂടി സൗകര്യപ്രദമായ സൗകര്യം അവിടെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കോഴിക്കോട്ടുകാർ ആ ഗ്രന്ഥാലയത്തെ സംബന്ധിച്ച് അതിൻ്റെ മേന്മയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. 2017 മുതൽ മാത്രമാണ്. 1994 പുതുക്കി പണിത കെട്ടിടം അത് ലൈബ്രറി കൗൺസിൽ തിരിച്ചു കൊടുക്കാതെ ഒരു പ്രത്യേക ഗ്രൂപ്പ് കൈകാര്യം ചെയ്തു. അവർ കയ്യിൽ വെച്ചു, ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യാതിരുന്നു. കേസ് കൊടുക്കേണ്ടി വന്നു. 94 മുതൽ 2001 വരെ ഹൈക്കോടതിയിൽ കേസായിരുന്നു. കേസ് അനുകൂലമായി വിധിച്ചിട്ടും തരാൻ തയ്യാറായില്ല. പിന്നീടും കേസുകളായിരുന്നു. ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിട്ടാണ് 2017 ആ സ്ഥാപനം ലൈബ്രറി കൗൺസിൽ നൽകിയത്. കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചുകൊണ്ടാണ് ഈ മാറ്റത്തിലേക്ക് ആ സ്ഥാപനത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, ഈ സാഹിത്യ നഗരിയിൽ വായനയ്ക്ക് വേണ്ടി ഇനിയും സൗകര്യമുണ്ടാകണം. മാനാഞ്ചിറ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വായനാ കേന്ദ്രമുണ്ടാക്കാൻ സാധിക്കണം. അതിന് സംവിധാനം കോർപ്പറേഷൻ ഒരുക്കണം. ഇതിന് കോഴിക്കോട് കോർപ്പറേഷന് 75 വാർഡുകളുണ്ട്. ഈ 75 വാർഡുകളിലും ഉള്ള ലൈബ്രറികൾ ഉപയോഗപ്പെടുത്തി ലൈബ്രറി പ്രവർത്തകന്മാർ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഒട്ടേറെ പുസ്തക പ്രസാധകന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. കോഴിക്കോട് പട്ടണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അത്തരം പ്രസാധകന്മാർ വേണം, അവരെ ഉപയോഗപ്പെടുത്തണം. സാംസ്കാരിക സംഘടനകൾ ഒട്ടേറെയുണ്ട് നമ്മുടെ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ സാംസ്കാരിക സംഘടനകൾ മാത്രമല്ല, അതിൽ പ്രവർത്തിക്കുന്നവർ കലാകാരന്മാരുണ്ട്. അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഓരോ വാർഡ് കേന്ദ്രത്തിലും ഒരു സമിതി ഉണ്ടാക്കുകയും കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്താൽ ഒട്ടേറെ വായനാ സൗഹൃദമായ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് വലിയ മുന്നേറ്റത്തിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഏതാണ്ട് സമയമായി തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. താങ്ക് യു സർ. ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ പറ്റി ഒരു വിമർശനാത്മകമായിട്ട് നേരത്തെ സൂചിപ്പിച്ചു എന്നുള്ളൂ. നാട്ടിൻപുറങ്ങളിലെ ഗ്രന്ഥാലയങ്ങളൊക്കെ കുറേ കൂടി ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചുകൂടി സജീവമായിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. എങ്കിൽ പോലും നമ്മുടെ പുതിയ തലമുറയെപ്പറ്റി പൊതുസമൂഹത്തിലുള്ളൊരു ധാരണയും അത് പിശകായിരിക്കാം. അവർ തീർച്ചയായിട്ടും പൊതുവായനയിൽ നിന്ന് അകന്നു പോകുന്നോ എന്നുള്ളൊരു ആശങ്ക നമ്മൾ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മലയാള അക്ഷര ലിപി പോലും അവർ മറന്നു പോകുന്നോ എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും സ്വയം തന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ വായന ഇടങ്ങൾ കൂടുതലുമായിട്ട് നമ്മൾ ഡിജിറ്റൽ കേന്ദ്രീകൃതമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. പൊതു ഇടങ്ങളിലെ വായനയ്ക്ക് വേറൊരു സൗകര്യം കൂടിയുണ്ട്. അത് ഒരു സംവാദാത്മകമായിട്ട് ആയിരിക്കും. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഒരു ഇടമായിട്ട് മാറും. അതാണ് ഈ ജനകീയ വായനയുടെ ഒരു സൗകര്യം അല്ലെങ്കിൽ ഗുണം എന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും പുതിയ സമൂഹം, പുതിയ തലമുറയെപ്പറ്റി നമ്മളെ എന്ത് തന്നെയായാലും ഒരർത്ഥത്തിൽ തന്നെ തീർച്ചയായും ചന്ദ്രൻ മാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ KLF-ൻ്റെ വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന യുവസമൂഹം അവർ തീർച്ചയായിട്ടും മലയാള ഭാഷയോടും സാഹിത്യത്തോടും സാംസ്കാരിക മേഖലയോടും ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ്. എങ്കിലും നമുക്കുള്ള ആശങ്ക ഉണ്ട്. ആ ആശങ്ക തീർച്ചയായിട്ടും കുറച്ചുകൂടി തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരാളാണ് നമ്മുടെ കൂടെയുള്ള ഷാജി വലിയാട്ട്. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയാണ്. പുതിയ തലമുറയുടെ വായനാ ശീലങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലാക്കാനും അത് പറയാനും അദ്ദേഹത്തിന് കഴിയും.
അപ്പോൾ ആ വായന ഇടങ്ങളിലേക്ക് ഗൗരവമായിട്ടുള്ള ആയിലേക്ക് അവരെ എത്തിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. പ്രിയമുള്ളവരെ, കൗമാരക്കാരെ അതല്ലെങ്കിൽ പുതിയ തലമുറയുടെ വായനയെക്കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പുതിയ തലമുറയുടെ വായന എന്ന് പറയുന്നത് അത് ജെന്യൂൻ വായനക്കാരാണെന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയുടെ വായന വ്യത്യസ്തമാക്കുന്നത് അവർ 100% വായനയിൽ ആകൃഷ്ടരാണ് എന്നുള്ളതാണ്. പഴയകാലം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് കാര്യമായിട്ട് മറ്റൊന്നുമില്ല. ഇന്ന് ടൈം പാസിന് നമുക്ക് ഇഷ്ടം പോലെ ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് വായിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ വായനയിലേക്ക് വരുന്നതെന്ന് പറയുന്ന ഒറിജിനാലിറ്റി പുതിയ കുട്ടികൾക്കിടയിൽ മാത്രമേ നമ്മൾ കാണൂ. പഴയകാലത്ത് അത്രമാത്രം സാഹിത്യ മൂല്യം ഇല്ലാത്തതോ അതല്ലെങ്കിൽ അത്രമാത്രം മഹത്തായ കൃതികളോ അല്ലാതെ കേവലം സമയം പോക്കാൻ വേണ്ടി ലൈബ്രറിയിൽ വരുന്നവർ ഒരുപാട് ലൈബ്രറിയിൽ വന്നു എന്നുള്ള കണക്കിനേക്കാൾ പ്രാധാന്യം ഉള്ള അല്ലെങ്കിൽ ഇന്ന് വായിക്കുന്ന കുട്ടികൾ സാഹിത്യ പുസ്തകങ്ങളോട് അത്രയും താല്പര്യം കാണിക്കുന്നത് കൊണ്ടാണ് മറ്റ് ധാരാളം മീഡിയകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചവർ പുസ്തകം തേടി വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ വായനയെക്കുറിച്ച് പുതിയ തലമുറ വായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ തലമുറ പുസ്തകങ്ങളിൽ നിന്ന് അകലുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രിൻ്റ് വായനയാണ് നമ്മൾ പൊതുവെ വായന എന്ന രീതിയിൽ കാണുന്നത്. പ്രിൻ്റ് വായിക്കാത്ത വായന അല്ല ഓൺലൈൻ റീഡിങ്ങിൻ്റെ വായനയെല്ലാം നമുക്ക് അത് കൂടുതലും ഒരു 20-25 വർഷം മുമ്പ് വായന മരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുസ്തകം നിലനിൽക്കുമോ എന്നൊക്കെ ചോദിച്ചത് വായനയെ പൂർണ്ണമായിട്ട് നമ്മൾ പ്രിൻ്റഡ് ബുക്ക് എന്നതിനോട് മാത്രം ചേർത്താണ് കണ്ടതെന്നുള്ളതാണ്. അത് അങ്ങനെ അല്ല, കാരണം അതൊരു മീഡിയ എന്ന നിലയിൽ നമുക്ക് പുസ്തകത്തിന് പ്രിൻറ്റിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് എന്നല്ലാതെ അതിന് മുൻപും അതിന് ശേഷവും പല ആലേഖന വിദ്യകളിൽ ഒന്നാണ് പുസ്തകം എന്നുള്ളത് അല്ലെങ്കിൽ പ്രിൻ്റഡ് ബുക്ക് എന്നുള്ളതാണ് അതിൽ നമുക്ക് ആദ്യമായി കാണാൻ കഴിയുക. പക്ഷേ ഒരു വായനാ സമൂഹം നമുക്കുണ്ടാക്കിയതിൽ അത് പ്രിൻറ്റിങ് ടെക്നോളജിയുടെ ആവിർഭാവത്തിന് ശേഷം മാത്രമാണ്. അതിനു മുമ്പ് കവിതയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ താളിയോലകളിൽ അതല്ലെങ്കിൽ ചെപ്പേടുകളിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ശരി, വലിയ രീതിയിൽ വായിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിൽ പ്രിൻ്റ് ടെക്നോളജിയാണ്. അപ്പോൾ അടുത്ത കാലത്ത് ഇത്തരം പഠനങ്ങൾ വളരെ ഗൗരവമായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ അടുത്ത എനിക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് മാർട്ടിൻ പുഷ്നറുടെ ദ പ്രിൻ്റഡ് വേർഡ്, ഹൗ ദ പ്രിൻറ്റിങ് ടെക്നോളജി ഹൗ ദി ലിറ്ററേച്ചർ ചേഞ്ച്ഡ് ദ ഷേപ്പ് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകം. ലോകത്ത് പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയ പുസ്തകങ്ങൾ ഏത് എന്നുള്ളതാണ് അതിൽ മാർട്ടിൻ പുഷ്നർ അതിൽ പരിശോധിക്കുന്നത്. വലിയ ചരിത്രപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കൃതികൾ എങ്ങനെ സാധിച്ചു, എങ്ങനെയാണ് ഈ വായനയിലൂടെ ലോകം മാറിയത് എന്നുള്ളതാണ് പുഷ്നർ ആ കൃതികളിലൂടെയൊക്കെ തന്നെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ കേവലം ഒരു പ്രിൻറ്റിങ് പുസ്തകങ്ങൾ മാത്രം കാണേണ്ട, പക്ഷേ നമുക്ക് യൂണിവേഴ്സിറ്റി പോലെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അക്കാദമിക് കാര്യങ്ങൾ വായിക്കുന്ന ആളുകൾക്കാണ് ഡിജിറ്റൽ വായന അതല്ലെങ്കിൽ ഇ ബുക്കുകളോ ഈ തീസീസുകളോ അല്ലെങ്കിൽ ഡെസർട്ടേഷൻ്റെ മറ്റു രൂപങ്ങളായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഡിജിറ്റൽ ഫോർമാറ്റിൽ വായിക്കുന്നത് ഒരു അക്കാദമിക് റെലവൻസ് അല്ലെങ്കിൽ അക്കാദമികമായ ഒരു വായനയുടെ മുന്നിലാണ്. സാഹിത്യം വായിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാഹിത്യത്തിൽ ആകൃഷ്ടരാകുന്നവർ ഇപ്പോഴും പുസ്തകത്തെ തന്നെയാണ് അല്ലെങ്കിൽ പ്രിൻറ്റിങ് ബുക്കിനെ തന്നെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്ന് മാത്രമല്ല പഴയ കാലത്തേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി പുതിയ തലമുറയ്ക്ക് ഉണ്ട് എന്നുള്ളത്. നമ്മൾ MT വാസുദേവൻ നായർ രമണീയം എന്നൊരു കാലത്തിൽ തൻ്റെ ബാല്യകാലത്തെ വായനയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു രമണൻ എന്ന് പറയുന്ന ഒരു കൃതി അധ്യാപകൻ നിന്ന് വാങ്ങി പിറ്റേന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു രാത്രി മുഴുവൻ MTയുടെ ജ്യേഷ്ഠനും കൂടി പകർത്തി എഴുതി അത് എന്ത് ചെയ്യുന്നു കൃത്യമായ സമയത്ത് തന്നെ തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത്ര മാത്രം പുസ്തകത്തിനെ കുറിച്ചൊരു ദാരിദ്ര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കുറേയൊക്കെ നമുക്ക് മറ്റ് പല രീതിയിലുണ്ടായിരിക്കുന്ന വാങ്ങൽ ശേഷി വർദ്ധിച്ച കൂട്ടത്തിൽ പുസ്തകങ്ങൾ നമ്മൾ നന്നായി വാങ്ങുന്നുണ്ട്. അതിൽ തന്നെ ഈ പുസ്തകങ്ങൾ പേഴ്സണലായിട്ട് വാങ്ങുന്ന കാര്യത്തിൽ ഞാൻ ഒന്നുകൂടി നിരീക്ഷിച്ചാൽ സ്ത്രീകളാണ് കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. സ്വന്തം നിലയിൽ പുസ്തകങ്ങൾ വാങ്ങാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ പണം ചെലവഴിക്കുന്നത് സ്ത്രീകളാണ്. കാരണം വായനയിൽ പലതരത്തിൽ സ്ത്രീകൾക്ക് എന്തുണ്ടാകുന്ന ചില തടസ്സങ്ങളുണ്ട്. ഒരു ലൈബ്രറിയിൽ കൂടുതൽ സമയം പോകാനോ ഇഷ്ടപ്പെട്ട സമയം പുസ്തകങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ ലൈബ്രറിക്ക് തന്നെ സമയം ചിലവഴിക്കാനൊക്കെ തന്നെ നമുക്ക് ചില പരിമിതികളുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടമായ പുസ്തകങ്ങൾ വാങ്ങാൻ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്ത്രീകൾ സ്വന്തം പണം കൊടുത്തിട്ട് വാങ്ങുന്നുള്ളത്. അതേപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു സ്വാധീനം, സോഷ്യൽ മീഡിയ
കേവലം പുസ്തകങ്ങളെ കുറിച്ച് പറയുക മാത്രമല്ല സോഷ്യൽ മീഡിയ എങ്ങനെ ബുക്കിനെ സ്വാധീനിക്കുന്നതിനെ കുറിച്ചും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്ന പ്രൊഫസർ മിറിയം ജെ ജോൺസൺ ഒരു പഠനം നടത്തിയിട്ട് ഇത് അടുത്ത് റൂട്ട്ലെഡ്ജ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലവർ പറയുന്നത് ഒരു കാര്യം, പുസ്തകത്തിൻ്റെ പ്രൊമോഷൻ, ഒരു പുസ്തകത്തിൻ്റെ ക്രിയേഷൻ, ഒരു പുസ്തകത്തിൻ്റെ മാർക്കറ്റിംഗ്, ഈ 3 കാര്യത്തിലും കഴിഞ്ഞ 10 വർഷം കൊണ്ടെന്ന് പറഞ്ഞാൽ അടിമുടി സോഷ്യൽ മീഡിയ മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് താല്പര്യമുള്ളൊരു പുസ്തകം നമുക്ക് കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഇന്ന് പഴയ പോലെയല്ല. പണ്ട് കാലത്ത് നമ്മളൊരു നല്ലൊരു ബുക്കിൻ്റെ റിവ്യൂ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുസ്തക സ്റ്റാളിൽ പോയിട്ട് വാങ്ങണം, അവിടെ അത് ലഭ്യമായെങ്കിൽ മാത്രമേ വാങ്ങാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കങ്ങനെയല്ല. ഒരു ബുക്കിനെ കുറിച്ച് നല്ലൊരു റിവ്യൂ വായിക്കുന്നു, ഉടനെ തന്നെ നമുക്കത് വരുത്തിക്കണമെന്ന് തോന്നിക്കാൻ ആമസോണോ ഫ്ലിപ്കാർട്ടോ അതേപോലെ ഉണ്ടായിരിക്കുന്ന ഓൺലൈൻ മാർക്കറ്റിംഗ് ചാനൽ കൂടെ നമുക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്നുണ്ട്. ഇതൊക്കെ പുതിയ കാലത്തെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പക്ഷേ അവിടെ നമ്മുടെ രാധിക ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ ഒരു പൂരണം എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പുതിയ തലമുറയ്ക്ക് എത്രമാത്രം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, എത്രമാത്രം സാഹിത്യത്തോട് താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പം അവർക്ക് വേണ്ടി നമ്മൾ എന്ത് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 27 ലക്ഷത്തോളം കുട്ടികൾ ഒരു സ്കൂളിലേക്ക് എൻറോൾ ചെയ്യുമ്പോൾ എത്ര സ്കൂളുകളിൽ നമുക്കൊരു ലൈബ്രറി ഉണ്ട്, എത്ര സ്കൂളുകൾക്ക് ലൈബ്രറികളെ വായനയെ പോഷിപ്പിക്കാൻ ഒരു ലൈബ്രറിയൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു പ്രധാന വിഷയമാണ്. ഹയർ സെക്കൻഡറിയും കഴിഞ്ഞ് കോളേജ് ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക് ലൈബ്രറിയും ലൈബ്രറിയനും ഉണ്ടായിരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സംവിധാനത്തിലേക്ക് എത്തുന്നത്. മറ്റ് ഒരുപാട് മാറ്റങ്ങൾ ഭൗതിക തലത്തിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് പുരോഗതികൾ നമ്മുടെ സ്കൂളിലുണ്ടെങ്കിലും ശരി, ഇപ്പോഴും ബുക്കുകൾ കുട്ടികളെ പരിചയപ്പെടുത്താനോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ പുസ്തകങ്ങളൊക്കെ അഭിരുചി താല്പര്യപ്പെടുത്താനോ ഉണ്ടാവുന്ന ഒരു സംവിധാനങ്ങൾ നമുക്ക് ഇല്ല. അപ്പം നമ്മൾ ആ അടിസ്ഥാനപരമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെയാണ് നമ്മൾ ചോദിക്കുന്നത് പുതിയ കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ, പുതിയ പുസ്തകങ്ങളിലേക്ക് കുട്ടികൾ താല്പര്യപ്പെടുന്നുണ്ടോ. ഈ അഭിരുചിയുടെ ഒരു ഡെവലപ്മെൻറ്റ് അതല്ലെങ്കിൽ സെൻസിബിലിറ്റിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് അത് സാങ്കേതികവിദ്യ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതോ അതല്ലെങ്കിൽ സാങ്കേതികവിദ്യ കൊണ്ട് തടസ്സപ്പെടാൻ കഴിയുന്നതല്ല. അത് ക്ലാസ് റൂമുകളിൽ നിന്ന്, അധ്യാപനത്തിൽ നിന്ന്, വീടുകളിൽ നിന്നൊക്കെ തന്നെ വായനയിലൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാകുമ്പോൾ അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് മാറ്റം വരുത്തേണ്ടതാണ്. അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഉണ്ടാവുന്ന വായനയെ മുന്നോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ വളരെ ചുരുങ്ങിയ ഒരു സമയം, കാരണം ഓരോരുത്തർക്കും അനുവദിച്ച ഒരു സമയം ഇത് കഴിയാൻ പോകുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ ഷാജി ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരുപക്ഷെ ഈ ലൈബ്രറികൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ സെഷനിലെ പാനലിസ്റ്റുകൾ സംസാരിക്കേണ്ട ഒരു സമയം നമുക്ക് കഴിഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഓഡിയൻസിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങൾ ക്ഷണിക്കുകയാണ്. ആരോടാണ് ചോദ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം, പ്ലീസ്. എൻ്റെ ചോദ്യം അവസാനം പറഞ്ഞു നിർത്തിയ ഷാജി വലിയാട്ടിലിനോടാണ്. അപ്പോൾ വായന മരിക്കുന്നില്ല എന്നത് കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അത് ഇപ്പോഴും വായന തുടരുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു സ്കൂൾ ലൈബ്രറിയിൽ കൈകാര്യം ചെയ്യുന്ന ആളെന്ന സ്ഥിതിയിൽ എൻ്റെ ഒരു അനുഭവം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പുസ്തകങ്ങൾ, ഇപ്പോൾ കുറേ പുസ്തകങ്ങളുടെ റിവ്യൂ അത് തേടി വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ തോന്നുന്നു. യഥാർത്ഥത്തിൽ MTയും ബഷീറും SKയും നമ്മളെ പൊൻകുന്നം വർക്കിയും ഇങ്ങനെയുള്ള ആളുകൾ കൃത്യമായി വായിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒരു ഉന്നത വിദ്യാഭ്യാസത്തിലെ ലൈബ്രറി എന്ന നിലയ്ക്ക് അത്തരം അനുഭവം താങ്കൾക്കുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തുന്നത് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ സ്വാഭാവികമായിട്ടും ഡിഗ്രിയും കഴിഞ്ഞ് PGയിലെത്തുന്ന ഒരു വിഭാഗമാണ് എത്തുന്നത്. അപ്പോൾ അതിൽ വായിക്കുന്ന താല്പര്യമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരുടെ കൃതികൾ തന്നെയാണ് വായിക്കുന്നത്. പക്ഷേ പുതിയ തലമുറയിൽ നമുക്ക് വായിക്കുമ്പോൾ ഒന്ന് സോഷ്യൽ മീഡിയയിലാൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന അതല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുന്ന പുസ്തകങ്ങൾ തന്നെയാണ് വായനയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് നമുക്ക് ഏത് കാറ്റഗറി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാം. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രൊമോഷനാണ് നിലവിലുണ്ടായിരിക്കുന്ന വായനയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത്. അതിലുണ്ടായിരിക്കുന്ന പേരുകളും കാര്യങ്ങളും മാത്രമല്ല അടുത്ത കാലത്ത് റീലുകളിലൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് മുൻകാലത്ത് കാണാൻ കഴിയാത്ത കാര്യമാണ്
പുസ്തകത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി റീലുകളൊക്കെ തന്നെ കാണുന്നത്. അപ്പോൾ ഇത് പക്ഷേ വളരെ ഗൗരവമായിട്ട് ചോദിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വായനയൊക്കെ ആകർഷിക്കുന്ന ഒരു സമയമുണ്ട്. ഒരു കുട്ടി പുസ്തകത്തിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അത് ക്ലാസിക് കൃതികളിൽ നിന്ന് തുടങ്ങുക എന്നതിനേക്കാൾ കൂടുതൽ ലൈറ്റ് റീഡിങ്ങിൽ തന്നെയായിരിക്കും. ഇത് സ്കൂളുകളിൽ ബാലസാഹിത്യം ശക്തമാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ പോലെ ബാലസാഹിത്യത്തിലൂടെ സാഹിത്യത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഇരുത്തമെന്ന വായനക്കാരനായി മാറിക്കഴിഞ്ഞതിന് ശേഷം ഗൗരവമായ സാഹിത്യത്തിലേക്ക് വളരുക. അപ്പോൾ നമുക്ക് ബാലസാഹിത്യം അത്ര ശക്തിയോടെ കാണുമെങ്കിൽ നമ്മൾ സ്കൂൾ ലൈബ്രറികളിൽ തന്നെ അവിടെ ശക്തമാണ്ടതുണ്ട്. ആദ്യം തന്നെ വളരെ ക്ലാസിക്കുകളായിട്ടല്ല നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത് ബാലസാഹിത്യം പരിചയപ്പെടാം. ഒരു 2015-16 അങ്ങനെയാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ പബ്ലിഷറിൽ ഒരാളായിരിക്കുന്ന പെൻഗിൻ റാൻഡമിൻ്റെ CEO മാർക്വിസ് ദോലെ അവിടെ ഈ ജയ്പൂർ ഫെസ്റ്റിവലിൽ വന്നപ്പോൾ അവിടെ വന്നൊരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, താങ്കൾ ഭാവിയിലുള്ള പബ്ലിഷിങ്ങിൽ കോൺഫിഡൻ്റ് ആണോ? താങ്കൾ ഈ കൂടുതൽ പണം ഇത് ചെലവഴിക്കുന്നതിൽ താങ്കൾക്ക് ആശങ്കയുണ്ടോ എന്ന് പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഐ ആം സ്റ്റിൽ കോൺഫിഡൻറ്റ് ബിക്കോസ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഫ്ലറിഷിങ് ഓൾ ഓവർ ദ വേൾഡ്. കാരണം ആ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഫ്ലറിഷ് ചെയ്യുമ്പോഴാണ് ഭാവി തലമുറ വായനയ്ക്കുണ്ട് എന്ന് നമുക്കറിയുന്നത്. ഇന്നത്തെ ഈ ചെറിയ കുട്ടികൾ ബാലസാഹിത്യം വായിച്ചിട്ട് വളർന്ന് വരുമ്പോഴാണ് അവിടെ നാളെ മേജർ ലിറ്ററേച്ചറിലേക്ക് അവരെത്തുന്നത്. ആ ഒരു പോരായ്മയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു നല്ല അത് നല്ല എന്ന് പറയില്ല, കൂടുതൽ ഗൗരവമുള്ള സാഹിത്യത്തിലേക്ക് എത്തേണ്ട പ്രായം പ്രൈമറി ലെവലിൽ ഉണ്ടായിരിക്കുന്ന വായനയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ എന്ത് തന്നെയാലും ഭാവിയിൽ ഈ ഒരു വായനാ സമൂഹം വലിയ സാഹിത്യകൃതികൾ കൂടുതൽ സാമൂഹികമായിരിക്കുന്ന മാറ്റങ്ങളിലേക്കും വായന കൊണ്ട് നമ്മളുണ്ടായിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന സാമൂഹിക പരിണാമത്തിലേക്ക് അവർ എത്തിക്കുന്ന രീതിയിലുണ്ടായിരിക്കുന്ന ഗൗരവ സാഹിത്യത്തിലേക്ക് ഉണ്ടാകുന്ന ആദ്യപടിയായി നമുക്കിതിനെ കാണുമ്പോൾ അത് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം. നമസ്കാരം, എൻ്റെ പേര് റഹീന. മുന്തസ് മാമിനോടാണ് ചോദ്യം. ഗുഡ് ഈവനിങ്. അതായത് ഇപ്പോൾ എഴുത്തുകാരൊക്കെ അധികവും സാങ്കല്പിക ലോകത്ത് നിന്നുകൊണ്ടാണ് എഴുതുന്നത്. സങ്കല്പമാണ് അധികവും, അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ സാങ്കല്പികമാണ്. പക്ഷേ ഇത് വായിക്കുന്ന വായനക്കാരനെ സംബന്ധിച്ച് അതൊരു യാഥാർത്ഥ്യമായിട്ടാണ് അവർ പലപ്പോഴും ഉൾക്കൊള്ളുന്നത്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന മലയാള ടെക്സ്റ്റ് ബുക്കിൽ അധികവും അവിഹിതത്തെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളാണ്. അതിൽ ഒരു 10 കഥകൾ ഉണ്ടെങ്കിൽ അതിൽ 8ഉം അവിഹിതം ഉള്ള ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുമ്പം സാങ്കല്പികമാണെങ്കിലും അത് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഉൾക്കൊണ്ടു പോകും. നമ്മൾ ഇതിനെ പഠിക്കുമ്പോൾ ഇത് വല്ലാതെ അവിഹിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു. മാമിന് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മാമിൻ്റെ കഥാപാത്രങ്ങളൊക്കെ സാങ്കല്പിക ലോകത്ത് നിന്നാണോ എന്നതാണ് എൻ്റെ ചോദ്യം. യാഥാർത്ഥ്യവും സങ്കല്പവും എല്ലാം കൂടി കലർന്നിട്ട് തന്നെയാണ് വാസ്തവത്തിൽ സാഹിത്യം ഉണ്ടാകുന്നത്. അതിൽ ഇമാജിനേഷൻ ഉണ്ട്, റിയാലിറ്റിയും തീർച്ചയായിട്ടും ഉണ്ടല്ലോ. പിന്നെ ടെക്സ്റ്റ് ബുക്കുകളിലെ സദാചാരം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാണ്. ശരിയായ രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് തരം സാഹിത്യം, ഏത് തരത്തിലിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെയുള്ള സദാചാര വിരുദ്ധം എന്ന് തോന്നുന്ന തരത്തിലുള്ള സാഹിത്യം പോലും വായിച്ചാലും അവർക്ക് അതിൻ്റെ എന്താ പറയേണ്ടത്, അത് ആ രീതിയിലല്ലാതെ അവരെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു വലിയൊരു ഡെഫിസിറ്റ് ഉള്ളത് ലൈംഗിക വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ചിന്തകളോ പ്ലാനിങ്ങോ ഒന്നും നടക്കുന്നില്ല. ഒരു പക്ഷേ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ വഴിതെറ്റിപ്പോകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന മാതാപിതാക്കൾ വരെ ഉണ്ട്. അപ്പം അത് ശരിയായ രീതിയിൽ സംഭവിക്കുകയും അതോടൊപ്പം ഇത്തരത്തിലുള്ള വിലക്കുകളില്ലാതെ എല്ലാ തരത്തിലുള്ള സാഹിത്യവും വായിക്കാനുള്ള സാധ്യത കുട്ടികൾക്ക് ഉണ്ടാവുകയുമാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ബാലസാഹിത്യമൊന്നും ഇല്ലായിരുന്നു. ഇത്തരത്തിലുള്ള ബാലസാഹിത്യമൊന്നും വായിച്ചിട്ടല്ല ഞങ്ങൾ ഇത്തരം വായനയിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ മനോരമയിലെ അല്ലെങ്കിൽ മാ പ്രസിദ്ധീകരണം എന്ന് നമ്മൾ പറയുന്ന അതിലെ നോവലുകളും ഒക്കെ വായിച്ച് പ്രണയത്തെപ്പറ്റി വായിച്ച് ഒക്കെ തന്നെയാണ് ഞങ്ങളിതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ വഴിതെറ്റിപ്പോയി എന്നൊക്കെ ആ രീതിയിൽ നമുക്ക്
അപ്പോൾ അത്തരത്തിലുള്ളൊരു സദാചാര സങ്കല്പത്തിൽ വല്ലാതെ അഭിരമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊരു ഫാക്റ്റാണ്, ലൈംഗിക വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ കൊടുക്കുന്നില്ല എന്നുള്ളത്. എനിക്കൊന്ന് ഒരു ചോദ്യം കൂടി 3 മിനിറ്റ് കൂടി ഒരു ചോദ്യം കൂടി നമുക്ക് സാധ്യമാണ്, ചോദിക്കാം. ചന്ദ്രമാഷോടാണ്. ഇവിടെ 2 തവണ ഗസ്റ്റായിട്ടുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വിദ്യാലയങ്ങളിൽ ലൈബ്രറിന് ഇല്ലാത്തൊരു വിഷയം. അപ്പോൾ അതിൽ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനവും ഗവൺമെൻറ്റും ഏത് നിലയിലാണ് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമാണ്. സ്കൂൾ ലൈബ്രറിന് ഇല്ലാത്ത അവസ്ഥ. ഇന്നത്തെ നിയമാവലി അനുസരിച്ച് സ്കൂളുകളിലെ ഗ്രന്ഥശാലകൾക്ക് ലൈബ്രറി പ്രസ്ഥാനത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അത് തികച്ചും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് സ്കൂളുകളിലെ ഗ്രന്ഥശാലകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈബ്രറി പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിൽ ലൈബ്രറികൾ സ്ഥാപിച്ച് അവിടങ്ങളിൽ പുസ്തകങ്ങൾ എത്തിച്ച് അത് കൂടുതൽ കൂടുതൽ വായിപ്പിക്കാൻ അവസരമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് നടത്താൻ കഴിയുന്നത്. ലൈബ്രറികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ ലൈബ്രറി കൗൺസിൽ അംഗീകരിച്ച സമീപനമനുസരിച്ച് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരു ഗ്രന്ഥാലയം എന്നുള്ളതാണ്. ആ രൂപത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ആകുമ്പോൾ കോർപ്പറേഷൻ ഡിവിഷൻ്റെ അകത്ത് ഒരു ഗ്രന്ഥാലയം മതിയാവില്ല, കൂടുതൽ വേണ്ടി വരും. ആ അർത്ഥത്തിൽ നമ്മുടെ ഗ്രന്ഥശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അവിടങ്ങളിൽ ആ പ്രദേശത്തെ ആളുകളെയൊക്കെ അവരുടെ സാഹിത്യ കേന്ദ്രങ്ങളായി, വായനാ കേന്ദ്രങ്ങളായി അതിനെ മാറ്റാൻ പര്യാപ്തമാകുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യം കൂടി നമുക്ക് അനുവദിക്കാം. ചോദ്യമില്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഏതായാലും ഏകാന്ത വായനയുടെ ആത്മഹർഷ ചോദിക്കാം. സ്കൂൾ ഞാനൊരു 10-29 വർഷക്കാലം സ്കൂൾ പഠിപ്പിച്ച ഒരു അധ്യാപികയാണ്. സ്കൂൾ ലൈബ്രറിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. സ്കൂൾ ലൈബ്രറിയിൽ ഇപ്പോൾ PTA മുഖാന്തരവും മറ്റും സ്കൂളിൽ പുസ്തകങ്ങൾ ധാരാളം കിട്ടുന്നുണ്ട്. പിന്നെ ലൈബ്രറി ഫീസിൻ്റെ ഇനത്തിലും പുസ്തകം വാങ്ങാനുള്ള സംവിധാനം സ്കൂളുണ്ട്. പക്ഷേ അത് സ്കൂൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നത് മോണിറ്റർ ചെയ്യാൻ ആരുമില്ല. പിന്നെ സ്കൂളിൽ ഞാൻ ഇത്രയും വർഷം പഠിപ്പിച്ച സ്കൂള് പിന്നെ ഒരു വർഷം പോലും കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുന്നില്ല. അഥവാ കൊടുക്കുകയാണെങ്കിൽ തുടക്കകാലത്ത് സ്കൂൾ തുറക്കുന്ന സമയത്ത് പുസ്തകം കൊടുക്കുകയും അത് സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് തിരിച്ച് വാങ്ങി വെക്കുകയും ചോദ്യം ചെയ്യും. വ്യക്തമാണെന്ന് തോന്നുന്നു. മറുപടി പറയാം, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ചോദ്യം വ്യക്തമാണ്. ശരി ശരി. അല്ല, അത് തന്നെ ഞാൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പറഞ്ഞൊരു കാര്യം. കാരണം സ്കൂൾ അധ്യാപകർ പലതരം ചാർജുകളുടെയും അവരുടെ ഡ്യൂട്ടിയുടെയും പുറത്താണ് നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന സേവനങ്ങൾ മുഴുവൻ. പക്ഷെ അത് മാറ്റി സ്കൂളുകൾക്കൊരു ലൈബ്രറിയും വേണം. ഇപ്പം നമ്മൾ നവോദയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 5 മുതൽ 12 വരെ എന്ന് പറയുന്നതിന് കൃത്യമായ ലൈബ്രറിയൻ ഉണ്ട്. സ്റ്റേറ്റ് ലൈബ്രറികൾക്ക് നമ്മളെ ഈ സാമ്പത്തികമായ ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ ബാധ്യത എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അകത്ത് കൂടുതൽ വായനയിലേക്ക് കുട്ടികളെ അടുപ്പിക്കണമെങ്കിൽ അതിൻ്റേതായ ചാർജ് ഉണ്ടായിരിക്കുന്ന ലൈബ്രറിയൻ പ്രൊഫഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ബാധ്യതകളും അധ്യാപകരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റേതായ ഒരു ലൈബ്രറി നമുക്ക് വേണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ സമയത്തിന് പുസ്തകങ്ങൾ എടുക്കാനും കൊടുക്കാനും അവർക്ക് ഒരു പുതിയ ഒരു വായനയുടെ ലോകത്തേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നുള്ളതാണ്. ഇത് മറ്റ് സ്ഥലങ്ങളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലൈബ്രറിമാരുണ്ട്. ഇപ്പോൾ കേരള ലൈബ്രറി അസോസിയേഷൻ അങ്ങനെ ഒരു പഠനം നടത്തി നോക്കിയപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ് ഇക്കാര്യത്തിൽ വളരെ പിന്നിട്ട് നിൽക്കുന്നത്. മറ്റ് സംവിധാനങ്ങളിലൊക്കെ തന്നെ ലൈബ്രറിമാരിൽ ലൈബ്രറി ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളെ അടുത്ത ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിലേക്ക് സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് പുതിയ കാലത്തേക്കൊക്കെ തന്നെ കൂടുതൽ റിസോഴ്സ് ബേസ്ഡ് ലേണിംഗ് എന്ന കൺസെപ്റ്റൊക്കെ വെച്ച് വരുമ്പോഴും നല്ല മെച്ചപ്പെട്ട ഒരു ലൈബ്രറികളെയും അത് വലിയ രീതിയിൽ പ്രൊഫഷണലായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ലൈബ്രറിമാരും വേണം എന്നുള്ളതാണ് ഇതിന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പരിഹാരം. നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഏതായാലും ഏകാന്ത വായനയുടെ ആത്മഹർഷത്തിൽ നിന്ന് ജനകീയ വായനയുടെ ആഹ്ലാദാരവങ്ങളിലേക്ക്
നമുക്ക് ഒരുമിച്ചിറങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സാഹിത്യ നഗര പദവി നമുക്ക് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള പ്രതിജ്ഞയോടുകൂടി നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.